എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം വേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞങ്ങളിന്ന് ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. മീനച്ചിലാറിന് നടുക്കാണ്. ഞാനും ഉണ്ട്, ജിനോജനും ഉണ്ട്, നന്ദും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് വെല്ല് ഉദ്ഘാടനം ചെയ്യുക. അതായത് നമ്മുടെ ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് ലൈവ് വെല്ല് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ ലൂർ കാസ്റ്റ് ചെയ്യും. ലൂർ കാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേറ്റ് ഫിഷിങ്ങിന് പോകുന്നത്. അല്ല, ഇതിനകത്ത് മീനടിക്കാൻ ചാൻസ് കുറവാണ്. പറയാൻ പറ്റത്തില്ല. നന്ദു ആണല്ലോ കൂട്ടത്തിലുള്ളത്. നന്ദു കുറച്ച് ദിവസമായിട്ട് ഭാഗ്യമുള്ള ആളാണ്. അയ്യോ, ഒരു ഹുക്കേ കയറിയുള്ളൂ. മീൻ വിട്ടുപോയി. നല്ല മീനാണ്. ഫസ്റ്റ് കാസ്റ്റിംഗ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് കാസ്റ്റിംഗ് എപ്പോഴും അടിക്കുന്ന മീൻ മിസ്സാണ് കേട്ടോ. ഇതിനകത്ത് എറിയാൻ പറ്റുവാണെങ്കിൽ ഒരു സ്ട്രൈക്ക് പ്രതീക്ഷിച്ചു. നന്ദു, നീ നിനക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയ്യോ വിട്ടുപോയി. എന്തുവാണ് ഇത്? വിട്ടുപോയില്ലേ? വലിയ മീനായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സ്ട്രൈക്കാണ്. സ്റ്റാർട്ടിങ് അടിപൊളിയാണ്. നമ്മൾ പിടിക്കും കേട്ടോ. നന്ദു എങ്ങനെയായിരുന്നു? എനിക്കാണെങ്കിൽ ക്യാമറ മീൻ പിടിക്കുന്ന കാണാൻ പറ്റില്ല. ക്യാമറ എടുക്കാൻ കിട്ടും കിട്ടും കിട്ടോ. ഞാൻ കണ്ടായിരുന്നു. വിട്ടുപോയി കണ്ടവൻ ഒറ്റ വലിയ മീനാണ്. നമ്മുടെ ലൈവിൽ ഇടാൻ പറ്റുന്ന സാധനമാണോ? പിന്നെ അടുത്ത നമ്മൾ ഇടും കേട്ടോ. അതിലും വെല്ലിനിടാം. ഇന്ന് രണ്ടാമത്തെ മീനാണ് മിസ് ആവുന്നത്. ഇത് കിട്ടുമെന്ന് ഞാനും ഓർത്തായിരുന്നു കേട്ടോ. അടിപൊളി. എടാ, ക്യാമറ കുടിയോ അല്ലേ? ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് സ്ട്രൈക്ക് കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഐ എം റിയലി സോറി. നമ്മുടെ ലൈവിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള മീനാണ് കേട്ടോ. മീനെ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല സൂപ്പർ വാഹ. ഇത് പിടിച്ചേ. പറഞ്ഞേ ഉള്ളൂ മീൻ അടിക്കുമെന്ന്. വാഹ കിട്ടുമെന്ന് പറഞ്ഞോളൂ. വാഹ കിട്ടി. ജിനോജാ, എങ്ങനെയുണ്ട്? ലൈവിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് നമ്മുടെ സാധനം എന്നെ ഊരാന്ന് പറയും. ഈ സാധനത്തിന് ഈ മീനെ പിടിക്കുമ്പോഴേക്ക് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇപ്പൊ സപ്പോസ് ഈ മീൻ എന്റെ കയ്യിലാണ് അടിച്ചതെങ്കിൽ ഈ കറക്കം കറങ്ങുന്നത്. നമ്മുടെ മുതലൊക്കെ കിടന്ന് കറങ്ങത്തില്ല, അതുപോലെ കറങ്ങുന്നത്. ഈ പല്ലൊക്കെ നമ്മുടെ കയ്യെ കയറേണ്ട പല്ലാണ്. പട്ടിയുടെ കൂട്ട് പല്ലാണ് കേട്ടോ. ഓ, നമ്മുടെ ബോട്ടെ ലൈവിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള മീനാണ് കേട്ടോ ഇത്. ഈ കാണിച്ചേ, നമ്മൾ പ്ലെയർ ഇട്ട് എടുക്കുന്നത് കൈയിട്ട് എനിക്ക് കൈ കളയാൻ വയ്യ. കണ്ടോ, റോഗിനെ പുറത്തേക്ക് കിട്ടും. ഇനിയിപ്പോൾ നന്ദു പറഞ്ഞോ നമ്മുടെ ലൈവിൽ എന്താണെന്ന് പറഞ്ഞു തരണം അല്ലേ? സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ നന്ദിനെ ഉദ്ദേശിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഈ പറഞ്ഞ പോലെ അറിയാതിരിക്കാം. പക്ഷേ ചൂണ്ടേനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും ഐഡിയ ഇല്ലാത്തവർക്ക് നന്ദു പറയുന്നത് സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൈവ് വെല്ല്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിനകത്തേക്ക് നമ്മൾ ഈ മീൻ അങ്ങോട്ട് ഇടുവാണ്. മീൻ അകത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനിയിപ്പോൾ നന്ദു, ഇതിപ്പം നമ്മൾ ഇതിനകത്ത് കിടന്ന വെള്ളമല്ലേ? അപ്പോൾ ഈ മീൻ ഏത് വെള്ളത്തിൽ കിടന്നാണ് വളർന്നത്? അപ്പോൾ ഈ മീൻ ആറ്റിലെ വെള്ളം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റിലെ വെള്ളം കോരി നിറയ്ക്കണം. കോരി നിറയ്ക്കേണ്ട, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതുണ്ടല്ലോ, ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ നമ്മുടെ ആറ്റിലെ വെള്ളം വന്ന് ഇതിനകത്ത് നിറയും അല്ലേ? ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ മീനൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് എന്ത് സംഭവിക്കാമോ? നീ മീൻ ജീവൻ കിടക്കുമോ? ഇത്രയും വെള്ളമുള്ളൂ എങ്കിൽ കാരണം വെള്ളം അത്രയും ഓക്സിജൻ, കുറേ ഓക്സിജൻ വേണം. അപ്പോൾ നമുക്ക് എയറേഷൻ കൊടുക്കണം അല്ലേ? എയറേഷൻ കൊടുക്കാനായിട്ട് ടെക്നിക്കുണ്ട്. ഇതിനകത്തൊരു പൈപ്പുണ്ട്. നമ്മുടെ ലൈവ് വെല്ലിൻ്റെ സ്വിച്ച് നമ്മൾ ഓണാക്കി. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതിനകത്തൊരു മോട്ടറുണ്ട്. ഈ മോട്ടർ ഇങ്ങനെ ഇതിനകത്ത് കിടക്കുന്ന വെള്ളത്തിന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ, എയറേറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ നല്ല ജീവനോടെ സുഖമായിട്ട് കിടക്കും. അന്തു ഇതിനകത്ത് നിന്ന് ഇറക്കുന്ന കാര്യമാണ്. എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം വേർത്തായിരുന്നു കേട്ടോ. അടിപൊളി. ആദ്യത്തെ 2 സ്ട്രൈക്ക് ഏകദേശം ഈ വലുപ്പമുള്ള മീനാണ് നമുക്കിന്ന് മിസ്സായത്. 3 മീൻ കിടക്കേണ്ടതാണ്.
അപ്പം ഇതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആരെന്നറിയോ ലൈവിൽ ഉണ്ടാക്കിയതിന്? അമൽ, നമ്മുടെ അമല് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമല് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീൻ അടിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് നന്ദുവിന് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് മറ്റേത് ഓഫ് ചെയ്തേക്കാം. ഇതുണ്ടല്ലോ നന്ദു, ഇപ്പം അത് ഓഫ് ചെയ്തോ, നമ്മുടെ അതല്ല ഓഫ് ചെയ്യണ്ട, ഇത് ഓഫ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള വെള്ളം അത്രയും മതി. ഇനിയിപ്പോൾ ഈ വെള്ളം തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം കുറച്ച് കഴിയുമ്പോഴേക്കും ചീത്തയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ നോബിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് അടിച്ച് കഴിയുമ്പോഴേക്കും ആ സെയിം വെള്ളം ഇതിലമ്പഴി പുറത്തേക്ക് പോകും. കണ്ടോ, നമ്മൾ വേറെ എഫേർട്ടൊന്നും എടുക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കുറയ്ക്കാം അല്ലേ വെച്ചാൽ? ഇത്രയും മതി അല്ലേ വെള്ളം? ഇവൻ്റെ പൊക്കത്ത് ഇത്രയും മതി. അവിടെ സൂചിച്ച് കിടക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, മീൻ അടിക്കുന്ന സമയമാണ്, അടുത്തന്നെ പിടിക്കാം. അയ്യോ, പോയി വിട്ടു. ഇപ്പോൾ നമ്മുടെ ലൈവിൽ അകത്തെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ കണ്ടോ, ഇതുണ്ടോ ഫുള്ള് വെട്ടമുണ്ട് അതിനകത്ത്. നമുക്ക് ഇട്ട മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ എയറേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ മീൻ നല്ല ജീവനോടെ കിടന്നോളും. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ഡേ. അപ്പോൾ നമ്മൾ പയ്യെ നന്ദുവിൻ്റെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ചെയ്തുണ്ടല്ലോ 6:30 നമുക്ക് ഇന്നത്തെ ഫിഷിങ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നാളെ രാവിലെ ഒന്നുകൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേക്ക് ഹെഡ് ഫിഷിങ് മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസാണ് ഇത് മൊത്തം. നാളെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് എങ്ങോട്ടാണെന്ന് പറയുന്നില്ല. ജിനോസിന് ചേച്ചിക്ക് ലീവില്ല, അതുകൊണ്ട് ജിനോസിന് മാത്രം വരാൻ പറ്റത്തില്ല. ഈ വൈബ് നല്ല രസമുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ബോട്ടൊന്ന് കാണിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റ് ചെയ്തപ്പോഴേക്ക് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഇപ്പോൾ വരുന്നത്. ഞാൻ ഫ്ലാഷ് ഒന്നും ഇട്ടിട്ടില്ല. ഇതുണ്ടല്ലോ നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റേൺ ലൈറ്റ് ആണത്. അതുപോലെ ഇത് ഹെഡ് ലൈറ്റ് എല്ലാം സെറ്റാണ്. അത് നമ്മുടെ ബോട്ടിൻ്റെ പുതിയ വർക്ക് എങ്ങനെയുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ വേറൊരു ബോട്ടേ കയറി രൂപല്ലേ എല്ലാം കൊണ്ടും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചെയ്ത് വെർത്തായി കേട്ടോ. 4 ദിവസം കരയ്ക്ക് കയറ്റി എന്താണെങ്കിലും വെർത്തായി. അതുപോലെ നമ്മുടെ ഫിഷ് ഫൈൻഡർ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വാഗയുടെ സ്റ്റേജ് ഒന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടോ, മീൻ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വെള്ളം കുറച്ച് അടിച്ച് കളയാം. അത് ഫുള്ള് പുറത്തേക്ക് പോട്ടെ. അതിനിട്ട് നമുക്ക് ഇനി ഫ്രഷ് വെള്ളം അടിച്ച് കയറ്റാം. ഒരു കാര്യം ചെയ്യാം, അമ്മല്ലേ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം വെച്ചാൽ. ഇപ്പോൾ കാണോ, ഇത് വാഗ. ഇത് ഞങ്ങൾ നന്ദുവിൻ്റെ വീടെത്തിയിട്ടുണ്ട്. പയ്യെ ഇനി ബോട്ട് അടുപ്പിക്കുന്നു. 4 അടി താഴ്ച, അന്ന് താഴ്ച കാണിച്ച് 2 അടി താഴ്ച, 2.5 അടി താഴ്ച. അച്ചാച്ചി ഞങ്ങളോട് ചോദിച്ചു മീൻ വല്ലതും കിട്ടിയെന്ന് കേട്ടോ. എടാ അപ്പൂസേ, അടുത്ത വെറൈറ്റി മീൻ അപ്പൂസിനെ കാണിക്കാം. മീനൊക്കെ ഉണ്ടോ? 2.5 കിലോ അടുപ്പിച്ചുണ്ടല്ലേ? ഇതുപോലത്തെ ഒരു 3 എണ്ണം ഇന്ന് വിട്ടുപോയി. ഇന്നൊട്ടും കുറച്ചില്ല. ഇതുപോലത്തെ 3 എണ്ണം ഇന്ന് വിട്ടുപോയി. അടുത്ത് വന്നിട്ട് വീഡിയോ കിട്ടി. ബോട്ടെ കയറ്റുന്നതിന് മുമ്പ് വിട്ടുപോയി. അങ്ങനെ നമ്മൾ മീനൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരെയും വിളിക്കാം. അമ്മേ, എന്റെ കൈ മണത്ത് നോക്കിയിട്ട് എന്റെ മീനാന്ന് പറയാമോ? എല്ലാം പറഞ്ഞാലും വാഹ. നമ്മുടെ വണ്ടിക്കകത്ത് മീനിരിപ്പുണ്ട്. ജീവനോടെ കിടക്കുന്നുണ്ടോ? നമ്മുടെ ഇതെന്നാടാ? എന്നതാ? ഇതിന് വേണേ കുളത്തിലിടാം. പക്ഷെ കുളത്തിൽ 2 കിടപ്പുണ്ട് കൊണ്ട് നമുക്ക് അറിയിച്ചു തിന്നാം. കുളത്തിൽ ഓൾറെഡി 2 കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തിനാ അധികം ഇടുന്നത്? എടി ഇത് ഇഷ്ടം പോലെ ഉണ്ടേ വീട്ടിൽ. ഇത് കണ്ടോ, ഇന്ന് എത്ര എണ്ണം ഞങ്ങൾക്ക് കിട്ടിയെന്നറിയോ? ഇത് ചാകും. ചാകത്തില്ല. ഇതിന് ജീവനോടെ ഇടാനായിട്ടായിരുന്നു ഞാൻ ഈ ഗ്രിപ്പറൊന്നും ഇല്ലാതെ പിടിച്ചേനെ. ഇന്ന് 3 എണ്ണം കിട്ടി. 3 എണ്ണം ബോട്ടെ കയറിയില്ല, ഒരെണ്ണം മാത്രമേ കിട്ടും. മൊത്തം 4 എണ്ണം കിട്ടേണ്ട ദിവസം ഇത്. ഈ സൈസ് ഇതെനിക്ക് എത്ര കിലോ വേണ്ടെന്ന് പപ്പാന്ന് പറയാപ്പേ? 2 400, 2.5 കിലോ. ഇതുണ്ടോ? 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 ഏണ്ടേ മീമി കുഞ്ഞാപ്പൂന്റെ എത്ര ഉള്ള മീമി? ഇതുണ്ടോ? നീളം ഏകദേശം സെയിമാ. ഇതുണ്ടോ? മീമിനൊക്കെ ഉണ്ടോ? കണ്ണ് കണ്ടോ? കണ്ണ് വാഹയാണോ? വറുത്ത് തരട്ടെ?
ഇത് മീനച്ചിലാറ്റിൽ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച് വാഹയാണ് കേട്ടോ. ഫ്രൈ ചെയ്ത സാധനം എല്ലാവരും കഴിച്ചു നോക്കിയേ. ഇവൻ എങ്ങനെയുണ്ട് ഇവനെ? ഇഷ്ടപ്പെട്ടോ? ഓ എങ്ങനെയുണ്ട് അർജുനെ? കട്ടൻ ചായ മീൻ എങ്ങനെയുണ്ട്? ഇവൻ എങ്ങനെയുണ്ടാ? നന്ദു ആണെങ്കിൽ കഴിച്ച് കാണിച്ചിരുന്നത്. ഇതെന്താണേ നല്ല സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല റെഡി ആയിട്ട് എവിടെയോ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. നോക്കിക്കേ, ദേ നിമ്മി, ജസ്റ്റീന, കുഞ്ഞിപ്പെണ്ണ്, കുഞ്ഞിച്ചെറുക്കൻ എല്ലാവരും റെഡി ആയിട്ട് എവിടെയോ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുവാണ്. എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. അപ്പോൾ ഞാനും ഒരു ഇച്ചിരി മീൻ കഴിച്ചു നോട്ടെ. എങ്ങനെയുണ്ട് അഞ്ച് മീൻ? ഇതേപ്പോൾ കണ്ടല്ലോ. മമ്മിക്കുള്ള പീസ് എങ്ങനെയുണ്ട്? താങ്ക് യു. അടിപൊളി. കുഞ്ഞപ്പണേ പോയാലോ നമുക്ക്? അപ്പം ധൃതി വെച്ച് ഞങ്ങൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. ഈ പുറകെ കാണുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.